സൈക്കിളിന് കുറുകെ പട്ടി ചാടിയതിനെ തുടർന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കരുവന്നൂർ ബാങ്കിൽ നിന്നും ചികിത്സയ്ക്കായി നിക്ഷേപ തുക ലഭിച്ചില്ലെന്ന് പരാതി. പൊറത്തിശ്ശേരി കോട്ടയ്ക്കകത്തുകാരൻ പൗലോസ് എന്ന 68 വയസ്സുള്ള പൈലിയാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മരിച്ചത്. 2024 ഓഗസ്റ്റ് 28-നായിരുന്നു അപകടം. ബസ് സ്റ്റാൻഡിലെ ലോട്ടറി കടയിലേക്ക് രാവിലെ 7 മണിയോടെ വീട്ടിൽ നിന്ന് സൈക്കിളിൽ പോകുമ്പോഴാണ് അപകടം. സ്വകാര്യ വ്യക്തി വളർത്തുന്ന നായ റോഡിലൂടെ പോവുകയായിരുന്ന പൗലോസിന്റെ സൈക്കിളിലേക്ക് എടുത്തു ചാടുകയും നിയന്ത്രണം വിട്ട് റോഡിൽ തലയിടിച്ചു വീണതിനെ തുടർന്ന് അബോധാവസ്ഥയിലുമായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയെങ്കിലും സാമ്പത്തിക പ്രശ്നം മൂലം പിന്നീട് വീട്ടിലായിരുന്നു ചികിത്സ. മെയ് 10-ന് പേരാമ്പ്ര തിരുഹൃദയ പാലിയേറ്റീവ് ആശുപത്രിയിലേക്ക് മാറ്റി. കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപം ഉണ്ടായിരുന്നുവെങ്കിലും ചികിത്സയ്ക്ക് ആവശ്യമായ പണം ലഭിച്ചിരുന്നില്ലെന്ന് ഭാര്യ വെറോനിക്ക ആരോപിച്ചു. 10 വർഷം മുൻപ് 4 ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിന്റെ പൊറത്തിശ്ശേരി ശാഖയിൽ നിക്ഷേപിച്ചിരുന്നു. 50,000 രൂപയുടെ സ്ഥിര നിക്ഷേപവും ഉണ്ടായിരുന്നു. തൃശൂരിലെ ചികിത്സയ്ക്ക് 10 ലക്ഷത്തോളം രൂപ ചെലവായി. ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ട് എല്ലാ മാസവും ബാങ്കിൽ കത്ത് നൽകുമായിരുന്നുവെങ്കിലും 10,000-ഉം 20,000-ഉം ഒക്കെയാണ് ലഭിച്ചിരുന്നത്. എല്ലാ മാസവും ലെറ്റർ വയ്ക്കണം. ഞങ്ങളുടെ മുഴുവൻ പൈസ തരാൻ വേണ്ടി ഇന്ന് ലെറ്റർ വന്നിട്ട് ഇങ്ങനെ 10 അല്ലെങ്കിൽ 15 തരുന്നു. ഇപ്പോൾ ഇതേ ഈ മാസം കഴിഞ്ഞ മാസം ലെറ്റർ വെച്ചു. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതി ഒരു 10 തന്നു. ലാസ്റ്റ് ഒരു 28-ാം തീയതി ഒരു 10 തന്നു. പിന്നെ ഈ മാസം ലെറ്റർ കഴിഞ്ഞ മാസം വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇനി ബാക്കിയുള്ള മുഴുവൻ പൈസയും തരണം. പൗലോസാറിൻ്റെ ചികിത്സ സഹായത്തിന് പൈസയില്ല, ഞങ്ങൾക്ക് വേറെ ഒന്നും കിട്ടാൻ വഴിയില്ല. അപ്പോൾ കടം മേടിച്ചിട്ടൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടും അവർ ഞാൻ വെള്ളിയാഴ്ച 13-ാം തീയതി വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടെ ആരും അടച്ചിട്ടില്ല, അടച്ചാൽ വിളിക്കാമെന്ന് പറഞ്ഞു. ചികിത്സയ്ക്ക് ഒരു മാസം 1.5 ലക്ഷത്തോളം രൂപയാണ് ചെലവ് വന്നിരുന്നത്. ഉള്ളതെല്ലാം പെറുക്കി വിറ്റ് ചികിത്സിച്ചിട്ടും ഇപ്പോൾ 5 ലക്ഷം കടമായി. ബാങ്കിൽ നിന്ന് ഇനിയും 2.5 ലക്ഷത്തോളം കിട്ടാനുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ബാങ്കിലേക്ക് വിളിച്ചിരുന്നു, പക്ഷേ പണം കിട്ടിയില്ലെന്നും വെറോനിക്ക പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 12:10-നാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഭാര്യ വെറോനിക്ക. സംസ്കാരം തിങ്കളാഴ്ച 4-ന് പൊറത്തിശ്ശേരി സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ.